ഗുഡ് ആഫ്റ്റർനൂൺ ഹരി. ഗുഡ് ആഫ്റ്റർനൂൺ, നൈസ് ടു മീറ്റ് യു. എന്നാ ഉണ്ട് വിശേഷം? അവിടെ വാൻകൂവറിലിരുന്ന് ഹരിയും ഇങ്ങ് ഖത്തറിലിരുന്ന് ഞാനും. അതാണ് ഒരു മലയാളി നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി സ്വന്തമായി ഒരു പേരൊക്കെ ഉണ്ടാക്കി ഒരു സ്റ്റാമ്പ് ചെയ്യാന്ന് പറയുന്നത് ഇസ് നോട്ട് എൻ ഈസി തിങ്. പക്ഷെ അതും പ്രത്യേകിച്ച് ഇങ്ങനൊരു ഫീൽഡിൽ ഹരി. സോ ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദാറ്റ് ജേർണി. താങ്ക് യു, താങ്ക് യു. ഇപ്പോഴും എന്നെ കേൾക്കുന്ന പല ആൾക്കാർക്ക് ഹരിനാരായൺ എന്നൊക്കെ ഞാൻ പറഞ്ഞാലും എന്താണ് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചില സിനിമകളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഒന്ന് ഞെട്ടിപ്പ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. വെറുതെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഞെട്ടിച്ചാലോ? എന്റെ അറിവിൽ അവഞ്ചേഴ്സ്, സ്പൈഡർമാൻ, കുങ്ഫു പാണ്ട, ട്രോൾസ് ഇല്ലേ, ഇതിങ്ങനെ നീണ്ടു പോകുന്ന സിനിമകളുടെയൊക്കെ ഞങ്ങൾ കാണുന്ന ആ ഒരു ആനിമേറ്റഡ് VFXന്റെ ഒക്കെ പിന്നിലെ കൈകളാണ് ഈ മലയാളി എന്ന് ഞാൻ പറഞ്ഞ ശരിയാവോ? പിന്നില്ല, ഒരു കൈ, ആയിരക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യ ഒരു സിനിമയിൽ അതിൽ ഒരാള്. അതിനകത്ത് ചില സിനിമകളിൽ പിവട്ടൽ ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറയാം. അപ്പൊ എങ്ങനെ പോയാലും ഈ പറഞ്ഞ സിനിമകളുടെ പിന്നിലെ ഒരു കൈ, ആ ഒരു കൈയാണ്. ആ കൈ ഒരു മലയാളിയുടേതാണ്. ആ മലയാളി അങ്ങ് വാൻകൂവറിലുണ്ട്. ആൻഡ് ഹി ഈസ് ഹിയർ. ഹരി, ആൻഡ് വെൽക്കം ടു അവർ ഷോ റേഡിയോ സുനോ. താങ്ക് യു, താങ്ക് യു, ആൻഡ് താങ്ക്സ് ലോട്ട് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സോ ഹരി, ആദ്യം എല്ലാവരുടെ ഹരി കഥകളൊക്കെ പറയുന്നുണ്ടാവും, എന്നാലും ഖത്തറിലെ ആൾക്കാർക്ക് വേണ്ടി കേരളത്തിലെ എവിടെയാണ്? ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ പൂജപ്പുര എന്ന് പറയും. അപ്പൊ ആൾക്കാർക്ക് അകത്തൊപ്പം. അതുകൊണ്ട് എനിക്ക് സ്ഥലം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വലിയ പാടില്ല. കാരണം മോഹൻലാലിന്റെയും പൃഥ്വിരാജ് ഒക്കെ വീടിന്റെ അടുത്താണ് വീട്. പൂജപ്പുര ചെങ്കള്ളൂർ എന്ന് പറയും, ട്രിവാൻഡ്രത്ത്. അവിടെ മോഹൻലാൽ കളിച്ചു നടന്ന ഗ്രൗണ്ടിലാണ് ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിച്ചത്. അപ്പൊ അങ്ങനെ പറയാല്ല, അത് ഇൻട്രൊഡ്യൂസ് എളുപ്പമാണ്. സത്യത്തിൽ ലാലേട്ടൻ ഫാനാണോ? പണ്ട്, കാരണം നമ്മള് മുടമോൾ എന്ന സ്ഥലത്താണ് മോഹൻലാലിന്റെ വീട്. ഞങ്ങളുടെ വീടിന്റെ നടക്കുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഇടക്കിടയ്ക്ക് പോയി നോക്കും മോഹൻലാലിനെ കാണാൻ ഉണ്ടോ. അപ്പൊ അന്നേ നമ്മൾ ആ ഫാൻ ആയതാണ്. ട്രിവാൻഡ്രത്ത് പൂജപ്പുരയിൽ നിൽക്കുന്ന ഹരി, എന്റെ അറിവിൽ ഹരിയുടെ പേരൻസ് എല്ലാം വളരെ അക്കാഡമിക് ഓറിയന്റഡ് ആയ ആൾക്കാരുമാണ്. അങ്ങനെയുള്ള ഹരിക്ക് നമ്മളെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഈ വരയും കുത്തും കമ്പ്യൂട്ടറും കാർട്ടൂൺ പരിപാടികളുമായിട്ട് പോവാനായിട്ട് എങ്ങനെയാണ് സത്യത്തിൽ ആ വഴി തുറന്നു കിട്ടുന്നത്? എന്റെ അമ്മ കെമിസ്ട്രി പ്രൊഫസർ, അച്ഛൻ സെക്രട്ടറി. അപ്പൊ അങ്ങനെ പക്ഷെ എന്നപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈക്ക് അതായത് മെയിൻ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ഇഷ്ടമുള്ള ഫീൽഡിൽ ചൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാർട്ടൂൺസ് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ തമാശക്ക് പറയില്ല, ഇത് പരീക്ഷയ്ക്ക് ഇത് എഴുതി ജയിച്ചല്ലാണ്. അപ്പൊ ഞാനല്ലേ അത് കൊള്ളാല്ല, എങ്ങനെ ഇത് ചോദിക്കാൻ വല്ല പരീക്ഷ ഒട്ടോ ഇല്ലേ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റീസൺ ആയിരുന്നു. പക്ഷെ പിന്നെ ജുറാസിക് പാർക്ക് സിനിമ വലിയൊരു ഫാക്ടർ ആയിരുന്നു. എനിക്ക് സിനിമ എന്നുള്ള സാധനം ഒരു അത്ഭുതമായിട്ട് തോന്നിയത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ 12th ഒക്കെ ആയിരുന്ന സമയത്ത് ഞാനൊരു ഡിസിഷൻ എടുത്തു, ഇതുപോലെ ഈ ഒരു ഫിലിം ഫീൽഡിൽ നല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എക്സാക്ട് അറിഞ്ഞുകൊണ്ടിരുന്ന ഈ ഫിലിമോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് കാർട്ടൂൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ തന്നെ പോകണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ടെക്നോ പാർക്കിൽ ടൂൺസ് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്, അവർക്കൊരു അക്കാഡമിയാണ്. അപ്പം അവര് ഇതുപോലെ അവിടുത്തെ അക്കാഡമിയിലോട്ട് ആളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ആഡ് കണ്ടു. കറക്റ്റ് ടൈമിങ്, ഞാൻ 12th കഴിഞ്ഞ് പരീക്ഷ എഴുതി നിൽക്കുന്ന ടൈമിൽ തന്നെ ആ കറക്റ്റ് ടൈമിൽ ആഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, അവർ തന്നെ പോയി ജോയിൻ ചെയ്ത് പിന്നെ അവിടെ അതിൽ 2D ആനിമേഷൻ പഠിച്ചു, പിന്നെ അവിടെ 3D ആനിമേഷൻ പഠിച്ചു, പിന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് തന്നെ ലൈക്ക് അബ്സോർവ് ചെയ്ത്. അപ്പൊ അവർക്ക് TV ഷോസ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഈ ഫീൽഡിനെ പറ്റി ആരും കേട്ടിട്ടില്ല. പലരും ചോദിക്കും ഇത് പഠിച്ച് ജോലി കിട്ടുമെന്നില്ല, ആർക്കും പറഞ്ഞു കൊടുക്കും. എനിക്ക് പറഞ്ഞൂടെ ഇത് പഠിച്ച് ജോലി തരും. പക്ഷെ ഞങ്ങൾക്കത് ആ സമയത്ത്, ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെ തുടങ്ങിയ ആ സമയത്ത് തുടങ്ങിയ പലരും മലയാളി ഇന്ന് ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന പല ടോപ്പായിട്ടുള്ള മലയാളി എൻ്റെ കൂടെ അന്ന് തുടങ്ങിയവര്, അവര് ഞങ്ങൾക്ക് ആർക്കും ഇത് ജോലി കിട്ടുമെന്നൊന്നും അറിയൂടെ. ഞങ്ങൾക്ക് ഇത് ചെയ്യണം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കാർട്ടൂൺസ് ഉണ്ടാക്കാൻ, ഇത് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അത് അറിയണം. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് ഏകദേശം 2005. സത്യം പറഞ്ഞാൽ ജോലിക്ക് കയറി കഴിഞ്ഞാണ് ഇതെന്താണ് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും എവിടെ. പിന്നെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ്, ഇതൊരു നല്ല നല്ല പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം വരുന്നതൊക്കെ അപ്പോഴാണ്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞാൻ നേരെ മുംബൈ പോയി, അവിടെ എൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത്. അതിനനുസരിച്ച് ബാംഗ്ലൂർ വന്ന് അവിടെ അന്ന് ഡ്രീം വർക്സിന് ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ പറ്റി കുറെ നാൾ. അതിന്റെ ഇടയിൽ അപ്പോൾ US ഡ്രീം വർക്സിന്റെ സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്കാണ് നമുക്ക് അവരുടെ അതേ ടൈം സോണിൽ വർക്ക് ചെയ്തുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അന്ന് കുങ്ഫു പാണ്ട 3 ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ വേറെ ടൈം സോണുകളിലൊക്കെ കയറിയെന്ന് ഇറങ്ങിയത്. അങ്ങനെയാണ് അവിടെ നിന്ന് ഞാൻ UK ഇൻഡസ്ട്രിയൽ ലൈറ്റ് ആൻഡ് മാജിക് ILM എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ വിഷ്വൽ എഫക്ട്സ് ഇൻഡസ്ട്രി തുടങ്ങിയത് തന്നെ അവരാണെന്നാണ് പറയുന്നത്, ജുറാസിക് പാർക്ക് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അവിടെ ഞാൻ പോയി, അവിടെ 2 അവഞ്ചേഴ്സ്, ഇൻഫിനിറ്റി വാർ, റെഡി പ്ലെയർ 1 ഇങ്ങനെ 2
രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ മോൺട്രിയാലിൽ വന്നു. മോൺട്രിയാലിൽ അന്ന് മിൽക്കിലും എന്ന കമ്പനിയിൽ ഫിഞ്ച് എന്ന് പറയുന്ന സിനിമ, അതിലാണ് എനിക്ക് അവരുടെ VS അവാർഡും ഒക്കെ കിട്ടിയ, ആനി നോമിനേഷൻ കിട്ടിയത്. ഇതൊക്കെ ആ സിനിമയ്ക്കായിരുന്നു. അത് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റി. ആ സിനിമയിലെ കാസ്റ്റിംഗിൽ വരെ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ്, കാരണം ഞങ്ങൾ ക്യാരക്ടർ ഡിസൈൻ ചെയ്തു. അങ്ങനെ ഒരു റോൾ ചെയ്യാൻ പറ്റി അതിൻ്റെ അകത്ത്. പിന്നെ മാലിഫിഷൻ 2 എന്ന സിനിമ സൂപ്പർവൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. അവിടെ അക്രോസ് ദ സ്പൈഡർ വേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ ഇടയിൽ പിന്നെ ഞാൻ ട്രാൻസ്ഫോമേഴ്സ് റൈസ് ഓഫ് ദി ബീസ്റ്റ് സിനിമയുടെ സൂപ്പർവൈസർ ആയിരുന്നു. അതിൽ കുറെ മേജർ ആയിട്ടുള്ള സീക്വൻസുകൾ ഞാനായിരുന്നു സൂപ്പർവൈസ് ചെയ്തത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കഥ പറയുമ്പോഴും കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ട്രിവാൻഡ്രത്തില് പഠിച്ചു പെട്ടെന്ന് തന്നെ US UK എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അത്ര എളുപ്പമായി പറയുന്ന ഒരു എളുപ്പമുണ്ടോ സത്യത്തിൽ ഈ പറഞ്ഞ സ്റ്റേജസിലോട്ട് എത്താൻ? ഇല്ല, അതാണ് കാരണം നമ്മളിപ്പോ നോക്കിയാൽ ഇഷ്ടംപോലെ ആനിമേറ്റർമാർ ഇന്ത്യയിൽ ഞങ്ങളന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ ആനിമേറ്റർമാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻഡസ്ട്രികളിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഓറിയന്റഡ്, ചിലത് ക്വാണ്ടിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ചില പ്രോജക്റ്റുകൾ, ചില ഷോസും, ചില കമ്പനികളും. അപ്പൊ ഞാൻ തന്നെ തുടക്കത്തിൽ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ക്വാളിറ്റി ഓറിയന്റഡ് അല്ലെ വലിയ വലിയ പ്രോജക്ട്, നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് വാവ് എന്ന് പറഞ്ഞ ടൈപ്പ് പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യണം. അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ. നമുക്ക് ഈ ആനിമേഷൻ്റെ ഒരു പ്രത്യേകത ആർക്കും അറിയാത്തതാണ്. എല്ലാവരും വിചാരിച്ചേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടായി വരുന്നു. കാര്യം പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് ഒരു ഡോക്ടറിന്റെ അടുത്ത് പുള്ളി ഒരു ഡോക്ടർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഇൻഫർമേഷൻ ഫീഡ് കൊടുക്കുമ്പോൾ ഉണ്ടായി വരുന്നു എന്നാണ്. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇതുപോലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഫീൽഡ് ലോകത്ത് വരെ കാണുന്നില്ല. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ഒരു ടൂളാണ്. അല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു തടിപ്പണി ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തുള്ള ഒരു ഉളിയുടെ റോളെ ഈ സോഫ്റ്റ്വെയറിനും ഈ കമ്പ്യൂട്ടറിനൊക്കെ ഉള്ളൂ. അത് പണിയാൻ അറിയണം. അത് അറിയുന്ന ഒരു വർഷങ്ങളുടെ നോളജ് വേണം. കാരണം ഇന്ന് ഇപ്പൊ ഞാനൊരു അഭിനയിക്കുന്ന ആനിമേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ചെയ്യുന്നത് വല്ല പുരങ്കടയും, അത് കഴിഞ്ഞ് ഡൈനോസർ ആയിരിക്കും, അത് കഴിഞ്ഞാൽ ചെയ്യുന്നത് നമുക്ക് എന്തിനെ പറ്റി അനങ്ങാൻ പറ്റുന്ന എന്ത് സാധനത്തിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അത് ഭയങ്കര ചിലപ്പോൾ ഇന്ന് ചെയ്യുന്നതായിരിക്കില്ല നാളെ ചെയ്യുന്നത്. ഭയങ്കര ഡിഫറൻറ്റ്. ഈ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം, എല്ലാത്തിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു സെൻസ്. ആൾക്കാരെ പ്രത്യേകിച്ച് ആൾക്കാരെ ചിരിപ്പിക്കുക, ആൾക്കാർക്കിടയിൽ ഇമോഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാ ഒരു മൂവി എടുത്ത് ഞാൻ ഇപ്പോൾ ഒരു നടൻ ചെയ്യുന്ന ജോലിയും ഒരു ഡയറക്ടർ ചെയ്യുന്ന ജോലിയും ഒരു ക്യാമറമാൻ ചെയ്യുന്ന ജോലിയും അതിന്റെ എഴുത്തുകാരെ ചെയ്യുന്ന ജോലിയും എന്റെ കൂടെ ഒരാൾ ചെയ്തെങ്ങനെ ഇരിക്കും. അതാണ് ഒരു ആനിമേറ്ററിന്റെ ബുദ്ധിമുട്ട്. ഇതിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിന്റെ ആനിമേഷൻ എന്ന ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവം ഇപ്പോഴാണ് ആൾക്കാരെ എന്നെ പറ്റി ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ 18 കൊല്ലം ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിനെപ്പറ്റി ആർക്കും അറിയില്ല. അത്ര കോംപ്ലിക്കേഷൻ ആണ്. ഞാൻ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ 18 കൊല്ലം ആയോ എന്ന് ആലോചിക്കാം. കാരണം മെന്റലി ഞാൻ ഇപ്പോഴും ട്രിവാൻഡ്രം തുടങ്ങിയ 18 വയസ്സുള്ള ആളാണ്. പക്ഷെ ഏകദേശം 40 വയസ്സാവാറായി. അതാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ. ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല. കാരണം അത്തരം നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഹൈ എൻഡ് പ്രോജക്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര സാക്രിഫൈസ് ആണ് ഇൻഡസ്ട്രിയിൽ. തീർച്ചയായും. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു മെയിൻ പ്രോജക്റ്റ് ആനിമേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ വാൾട്ട് ഡിസ്നിയുടെ കഥ തൊട്ട് അന്നാണ് ഇതൊക്കെ പോയി ഇരുന്ന് റിസർച്ച് ചെയ്ത് പഠിച്ച് വന്നപ്പോൾ ഒരു മിക്കി മൗസ് തൊട്ടുള്ള കഥകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ആനിമേഷൻ എന്നുള്ളത്, ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നറിയില്ല, പൊതുവായ സാധാരണ മനുഷ്യർക്ക് കാർട്ടൂൺ പടം എന്നുള്ളതാണ് ആദ്യം വരിക ഇല്ലേ. ആനിമേഷൻ അതിൻ്റെ ഇതിൽ ഒരു കാർട്ടൂൺ പടം, എന്തൊക്കെയോ ആളുകൾ വരച്ചിട്ട് മറ്റേ സ്ക്രീനിൽ വന്ന് ചെയ്യുന്ന കാർട്ടൂൺ പടം എന്നുള്ള ഒരു തോട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പതിയെ ആനിമേഷൻ എന്ത്, ആനിമേഷന്റെ സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒത്തിരി അധികം ആളുകൾ അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഓസ്കർ അവാർഡ്സ് ഒക്കെ എല്ലാവരും ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഓസ്കറിലേക്ക് ആനിമേഷന് വേണ്ടിയിട്ടുള്ള VFXന് വേണ്ടിയിട്ടും ഇപ്പൊ മലയാള സിനിമ എടുത്താൽ പോലും പല ചിത്രങ്ങൾക്കും VFXന്റെ സപ്പോർട്ടോടുകൂടി പോകുന്ന സിനിമകൾ വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ലൈക്ക് യു സെഡ്, യുവർ 18 years ഓഫ് സ്ലീപ്ലെസ് നൈറ്റ്, സത്യത്തിൽ ഈ ഒരു പ്രൊഫഷന് തന്നെ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഈ 18 ഇയേഴ്സിലും. അന്ന് ആദ്യം ഹരി വർക്ക് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ വലിയ വില കൽപ്പിക്കാത്ത പല ആൾക്കാരും ഇപ്പൊ ഹരിയെ തേടി പിടിച്ച് വരുമ്പം ഹൗ ഡു യു ഫീൽ ദാറ്റ്? സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതം തോന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര എഫർട്ട് എടുത്തിട്ട് നമുക്കൊരു സാധനം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നില്ല സത്യം പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഫിലിംസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതായത് പെൻഗ്വിൻസ് ഓഫ് മഡഗാസ്കർ, ട്രോൾസ്, കുംഫു പാണ്ട, ഹോം, ഇങ്ങനത്തെ ഡ്രീമേഴ്സിലൊക്കെ സിനിമകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് സിനിമ ഉണ്ടാകുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് ഒന്നത്തെ കാര്യം നമ്മുടെ ആക്ടിങ് പോലെ അല്ല, വെസ്റ്റേൺ ആക്ടിങ് അറിയണം. അപ്പൊ നമ്മൾ ആദ്യം വെസ്റ്റേൺ ആക്ടിങ് പഠിച്ചെടുത്ത് അവരുടെ മാനറിസംസ് മനസ്സിലാക്കി, അതുകൂടെ ഈ കാർട്ടൂൺ ഇതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഒരു തവണ ബാംഗ്ലൂർ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ പിള്ളേരും ഇങ്ങനെ വരുന്നുണ്ട്. എന്റെ പറഞ്ഞു, ഞാൻ ഈ സിനിമ ഉണ്ട് കേട്ടോ, എന്റെ മോനെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആലോചിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. കാരണം ബെസ്റ്റിൽ അതാണ് ഒരു കാർട്ടൂൺ സിനിമ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് സിനിമ ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ആയിട്ടാണ് പോയി കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിള്ളേർ വേണമെന്നില്ല, വലിയ അഡൽസും പോയി കാണും ഈ ആനിമേറ്റഡ് സിനിമ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇതൊക്കെ പിള്ളേർ കാർട്ടൂൺസ്, പിള്ളേർക്ക് ഒരു വിലയില്ലാത്തത്. മനസ്സിലായില്ലേ? അന്ന് ഞാൻ മനസ്സിലാക്കി, അയ്യോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എന്റെ മോനാണെന്നുണ്ടെങ്കിൽ 2-3 വയസ്സുള്ള
പയ്യൻ. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ എഫർട്ട് റെക്കഗ്നൈസ് ചെയ്യാത്ത പോലത്തെ എനിക്ക് തോന്നി, മനസ്സിലായില്ലേ? അങ്ങനെയാണ് മെയിൻ ആയിട്ട് ഞാൻ ഓക്കെ ഫൈൻ എനിക്കിപ്പോ ഞാൻ വിഷ്വൽ എഫക്ട്സിലോട്ട് ഞാൻ പതുക്കെ മാറിയത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സമയം ഇന്ത്യയിൽ ഇപ്പോഴും അത് മാറിയിട്ടില്ല കൺസെപ്റ്റ്. ഇന്നും ഇപ്പൊ കാർട്ടൂൺ എന്ന് പറഞ്ഞ പിള്ളേർക്കുള്ള എന്തോന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ആൾക്കാർ കാണാൻ പോലും റെഡി ആവുന്നില്ല. അതിന് റീസൺ ഉണ്ട്. നമ്മളത് കണ്ട് നമ്മുടെ കൾച്ചറിൽ നമ്മൾ കണ്ട് വളർന്നതല്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജംഗിൾ കാർട്ടൂൺ TV ഷോ മറ്റേ ദൂരദർശനിലൊക്കെ 7 മണിക്ക് പണ്ട് വരുമായിരുന്നു ജംഗിൾ ബുക്ക്. അത് അങ്ങനെയൊക്കെയാണ് ഉള്ള അവയർനെസ്സേ ഉള്ളൂ കാർട്ടൂണായിട്ട് സാധാരണ ആൾക്കാർ. പക്ഷെ നമ്മളത് കണ്ട് വളർന്നായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനിയുള്ള ജനറേഷൻ അത് മാറും. കാരണം ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് കാർട്ടൂൺ കണ്ടു വളരുന്നവരാണ്. അവര് അനിമേറ്റഡ് സിനിമ പിക്സാറിന്റെ ഡ്രീമേഴ്സിന്റെ ഡിസ്നിയുടെ കഴിഞ്ഞാൽ അവർ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ഇത് വരുന്നുണ്ട് ഫ്യൂച്ചർ ജനറേഷനിൽ. അത് നല്ലതായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം ഇന്ത്യയിലും ഒരു അനിമേറ്റഡ് സിനിമകൾ ഇപ്പോൾ വരാൻ പറ്റാത്ത അതുകൊണ്ടാണ്. കാരണം നമ്മളത് കണ്ടു വളർന്ന ഒരു ആൾക്കാരില്ല നമുക്കവിടെ. അത് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇന്ത്യയിൽ എന്തുമാത്രം സ്റ്റോറീസ് ഉണ്ട് പറയാൻ. മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഏത് ലാംഗ്വേജ് എടുത്താലും ഇഷ്ടംപോലെ സ്റ്റോറീസ് ഉണ്ട് പറയാൻ. അത് ഇപ്പം അത് റിസ്ക് എടുക്കാനുള്ള കറേജ് പ്രൊഡ്യൂസർമാർക്കില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ എത്ര നല്ലതായിട്ട് എടുത്താലും ആൾക്കാർ കാണാൻ പോകുന്ന ഒരു ഡൗട്ട് ഉണ്ട്. അത് മാറിക്കെട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് മാർക്ക് ഇന്ത്യയിൽ വരാൻ പറ്റും. ഹരിയുടെ വെരി ഫസ്റ്റ് വർക്ക് ഏതായിരുന്നു? VFX ചെയ്യാൻ അല്ലെങ്കിൽ ആനിമേറ്റ് ഏതായിരുന്നു ഫസ്റ്റ് ചെയ്തത്? ഏറ്റവും ആദ്യം ചെയ്ത ഫ്രീ ഫോണിക്സ് ടൂൺസിൽ വർക്ക് ചെയ്ത സമയത്ത് ഫ്രീ ഫോണിക്സ് എന്ന് പറഞ്ഞ ഒരു TV ഷോ ആയിരുന്നു. BBC 1 എന്തോ വേണ്ടി ചെയ്ത ഒരു TV ഷോ ആയിരുന്നു 2005. എല്ലാവരും ഞെട്ടി അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ആദ്യം കൈവച്ചത് ഏതായിരുന്നു? പെൻഗ്വിൻസ് ഓഫ് മഡഗാസ്കർ. ഓ, അതിലെനിക്ക് ഇപ്പോഴും മനസ്സിലായി. നമ്മള് എന്താ പറയാ, പെൻഗ്വിൻസിന്റെ മറ്റേ ഐസിന്റെ പുറത്ത് കിടക്കുന്നതും മറ്റേ വെന്റെ എൻജോയ് അങ്ങനത്തെ കുറെ പരിപാടികൾ. അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്യും, പെൻഗ്വിൻസിനെ നമ്മൾ കാണുന്ന വിഷ്വലിൽ എപ്പോഴും ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അങ്ങോട്ടും നടന്നു വരുന്ന പെൻഗ്വിൻസിനെ നമ്മൾ വളരെ ഭംഗിയിൽ വേറൊരു രീതിയിൽ കാണുകയാണ്. സോ ഇതിനകത്തൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവണമല്ലോ. അപ്പം ഇതിൽ നിങ്ങൾ VFX ചെയ്യുന്ന സമയത്ത് പെൻഗ്വിൻസിന്റെ നമ്മൾ കണ്ടേക്കുന്ന മോഷൻസും ആക്ഷൻസും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ അല്ല. പക്ഷെ നമ്മൾ ആനിമേറ്റ് ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ വേറെ രീതിയിലാക്കുവാണ്. And now, DreamWorks Animation's new movie, Penguins of Madagascar. Seriously? Does anyone even know where we're marching to? Who cares? I question nothing. Me too. Well, fine. ഞാൻ ഇത്രയും സിനിമകൾ ഞാൻ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്ത ഹൗസ് ഓഫ് ഡ്രാഗൺസിൽ വെർമിത്തോർ എന്ന ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പൊ എല്ലാവരും നോക്കുമ്പോൾ ഡ്രാഗൺ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡ്രാഗൺ. പക്ഷേ ഞാൻ ഇപ്പോഴും ആൾക്കാർക്ക് പറയും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പെൻഗ്വിൻ ഞാൻ ജീവിതത്തിൽ വർക്ക് ചെയ്ത കാർട്ടൂണിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആ പെൻഗ്വിൻസ് ഓഫ് മഡഗാസ്കർ എന്ന സിനിമയായിരുന്നു. അതാണ് ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്നത്. കാരണം നമുക്ക് ഒരു സാധനത്തിനെ പറ്റിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാജറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സിനിമ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പല രീതിയിൽ എക്സ്ട്രീം എക്സാജറേഷൻ, അതായത് സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും ചിരിപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോർ ബേസിക് അറിഞ്ഞതിന് ശേഷം അതിൽ എവിടെ നമുക്ക് എന്ത് ചെയ്താൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു നോളജ് വേണം. അത് ഭയങ്കര പാടാണ്. കുറെയൊക്കെ അത് ഡയലോഗിലുള്ള ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ ബാക്കി കുറെയൊക്കെ സ്ലാപ്സ്റ്റിക് ആണ്. ഇപ്പൊ ചാർലി ചാപ്ലിൻ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ എപ്പോഴും നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് കിട്ടിയാലോ ഒരു സീക്വൻസ് കിട്ടിയാലോ ഇതിലെങ്ങനെ എന്റർടൈൻമെന്റ് വാല്യൂ കൊണ്ടുവരാം അല്ലെങ്കിൽ കൂട്ടാം എന്നുള്ള ഒരു ഇതുണ്ടാവും. നമ്മൾ വെറുതെ മൂവ്മെന്റ് ചെയ്യുക മാത്രമല്ല. അപ്പൊ ചാർലി ചാപ്ലിൻ എങ്ങനെയാണ് ആൾക്കാരെ ചിരിപ്പിക്കുന്നത് അതേ നോളജ് നമുക്ക് വേണം. എന്ത് ചെയ്ത ആൾക്കാർ ചിരിക്കും, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചീപ്പായി പോകും, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ആയിട്ട് ചിരിപ്പിക്കാം. കാരണം ഒരു ഫൈൻ ബാലൻസ് ആണ് നമ്മൾ സ്ലാപ്സ്റ്റിക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ബോറായി പോവാൻ. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ എക്സ്പ്രഷൻ ഇപ്പൊ ആക്ടിങ് എന്റെ ആക്ടിങ് പെൻഗ്വിൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ട് ചെയ്തിട്ട് അതിനെ പെൻഗ്വിനീകരിച്ചേക്കുവാണ്. മനസ്സിലായില്ലേ? അതായത് നിങ്ങളാണ് ആദ്യം അഭിനയിക്കുന്നത്, അങ്ങനെയാണോ? ഹരിയൊക്കെ തന്നെയാണ് അഭിനയിക്കുന്നത്? അതായത് സാധാരണ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫീച്ചർ ഫിലിംസ് എന്ന് പറഞ്ഞാൽ എല്ലാം 90% നമ്മൾ തന്നെ ആക്ട് ചെയ്യണം. എല്ലാ ആളുകൾ ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആക്ട് ചെയ്യാം. ആർക്കും പല ഷോട്ടുകൾ ഞാൻ ആക്ട് ചെയ്യും, പലതും ഞാൻ വേറെ ചില ക്യാരക്ടറുകൾ ചിലർ ആക്ട് ചെയ്ത അവരോട് മാച്ച് ആവും. അങ്ങനെയുള്ളവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കും. പക്ഷെ ആക്ട് ചെയ്തിട്ട് ഈ കാർട്ടൂൺ സിനിമകൾ മുഴുവൻ നമ്മൾ ആക്ട് ചെയ്യും. നമ്മൾ ആരെങ്കിലും ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ചിലർക്ക് എനിക്കാണ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ് ആണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറിൽ ഞാൻ ആക്ട് ചെയ്യും. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി നല്ല കാർട്ടൂൺ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ പുള്ളി കൊണ്ട് ഞാൻ ചില ക്യാരക്ടറുകൾ ആക്ട് ചെയ്യിപ്പിച്ചെടുത്തിട്ട് അതുപോലെ മാച്ച് ചെയ്യും, നമ്മൾ ഗൈഡ് ചെയ്യും. അപ്പൊ ഇത് ഈ പെൻഗ്വിനുള്ള ഏത് അനിമേറ്റഡ് സിനിമ എടുത്താലും അതിനകത്ത് എല്ലാം ഒരു മനുഷ്യൻ ഡയലോഗ് ആക്ടേഴ്സ് ചെയ്ത് നമുക്ക് അയച്ചു തരും. അത് നമ്മൾ ഈ ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്ന പോലെ ആ ഡയലോഗിന്റെ മുകളിൽ നമ്മൾ ആക്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ ആക്ടിങ്ങിന്റെ
പെങ്കിന്റെ മാനറിസംസ് കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ അത്ര നമുക്ക് എല്ലാത്തിനും കൂടി, അതായത് നമ്മളിപ്പോ മനുഷ്യനെ പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോറായി പോകും. അപ്പം എന്ത് ചെയ്താൽ അത് പെങ്കിനെ പോലെ ഇരിക്കും, ഒരു സൂട്ടിട്ട മനുഷ്യനെ പോലെ ആവാൻ പാടില്ല. അപ്പൊ നമ്മുടെ പെർഫോമൻസിന്റെ ആ ഒരു എസൻസ് എടുത്തിട്ട് ഈ പെങ്കിനിലോട്ട് നമ്മൾ ചെയ്യുവാണ്, അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓരോ ഫ്രെയിം ഇങ്ങനെ വെച്ച് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക പെർഫോമൻസ്. ഇപ്പൊ ട്രാൻസ്ഫോമേഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഒരു സിനിമയുടെ കഥ വന്നിട്ട് പറയാന്നുള്ളൊരു പരിപാടി നമ്മൾ പൊതുവെ ആക്ടേഴ്സിനോടും ടെക്നീഷ്യൻ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോട് കൊമേഴ്ഷ്യൽ നോർമൽ സിനിമ പറയുമ്പം അതിന്റെ ത്രെഡ് പറയുന്നതൊക്കെ ഒരു രസമുണ്ട്. നിങ്ങളോട് വന്ന് കുങ്ഫു പാണ്ടയും മഡഗാസ്കറും അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സും ട്രോൾ എന്താ നിങ്ങൾക്ക് തരുന്ന ത്രെഡ്? നിങ്ങളുടെ ഇൻഷോർട്ട് കഥ എന്താണ്? ഇത് രണ്ടും വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ കുങ്ഫു പാണ്ട ഫീച്ചർ ആനിമേഷൻ ഈ സിനിമകളിൽ നമുക്ക് കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല സമയങ്ങളിൽ നമുക്ക് സ്റ്റോറിയുടെ അഭിപ്രായം വരെ പറയാം. കാരണം ഡയറക്ടർമാർ പലപ്പോഴും നമുക്ക് ആക്സസിബിൾ ആണ്. ഈ സ്റ്റുഡിയോയിൽ കാണും. ഇവർ എന്തെന്ന് പറഞ്ഞാൽ ആദ്യം സ്ക്രിപ്റ്റ് എഴുതും. ഈ സ്ക്രിപ്റ്റിന് ശേഷം ആനിമാറ്റിക്സ് എന്നൊരു പ്രോസസ് ഉണ്ട്. അതായത് ഇവരിന്റെ സ്റ്റോറി ബോർഡ് ഈ സ്ക്രിപ്റ്റ് ഇവരുടെ വിഷൻ എന്താ, അതാണ് ഇവരുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ്. ഈ ഡയറക്ടർമാരുടെ വിഷൻ അവര് നമുക്ക് കൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിനെ ഒരു വരയ്ക്കും. ആ സ്ക്രിപ്റ്റിനെ എടുത്തു വെച്ചിട്ട് ലൈക്ക് ഓരോ പാനലുകളാക്കി സ്റ്റോറി ബോർഡ് എന്ന് പറയും. ഇത് വരച്ചതിന് ശേഷം അതിനെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതിനെ കുറച്ച് ഒരു മൂവ്മെന്റ് ഫോമിലാക്കും. അതിനെ ആനിമാറ്റിക്സ് എന്ന് പറയും. അപ്പം എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യം നമുക്ക് കാണാൻ പറ്റും എന്താണ് അവരുടെ വിഷൻ എന്ന്. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു ഡയലോഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫേസിന്റെ പുറകെ കാണത്തും. പക്ഷെ അതിന്റെ ക്യാമറ ആംഗിൾ കാണും, ഏത് ഡയറക്ഷനിലായിരിക്കും നോക്കുന്നതെന്ന് കാണും, അതിന്റെ ബേസിക് ഒരു എക്സ്പ്രഷൻ കാണും. പക്ഷെ അവർ വളരെ വേഗമായിട്ട് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് എന്താ അവർക്ക് ലോഞ്ച് എന്ന് പറയും. ഈ ഡയറക്ടർമാര് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും എന്താണ് അവർ ഈ സീക്വൻസിന് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ഷോട്ടിൽ നിന്ന് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതവർ കംപ്ലീറ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും, കാണിക്കും. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വർക്ക് ആവണമെന്നില്ല. അവർ ഓക്കെ ഇങ്ങനെയും കൂടെ ചെയ്യാൻ പറ്റും. ഒരു ഡയലോഗ് ആണെന്നുണ്ടെങ്കിൽ അവർ തല ഇടത്തോട്ടാക്കെന്ന് പറയും. നമ്മൾ ഇടത്തോട്ടാക്കി കാണിക്കുക, അവർ ശരിയാണ് നമുക്ക് വലത്തോട്ടാക്കാൻ പറയും, വലത്തോട്ടാക്കും. ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്യാമറ അപ്പുറത്ത് വയ്ക്കാന്ന് പറയും. പിന്നെ അങ്ങനെ അങ്ങ് പോകും പ്രോസസ്സ്. പിന്നെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ ഫസ്റ്റ് തുടങ്ങുന്ന എപ്പോഴും അവർ സ്റ്റോറി ബോർഡിയും ആനിമാറ്റിക്സ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മളെ കാണിക്കും. ഒരു ലോഞ്ച് ചെയ്ത് അവരെന്താണ് ഉദ്ദേശിച്ചത് അവരുടെ വിഷൻ പറയും. അങ്ങനെയാണ് ഫീച്ചർ ആനിമേഷൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ല VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ഐഡിയയും കാണത്തില്ല നമ്മൾ എന്താണ് ഏത് സിനിമയുടെ ഏത് ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ഐഡിയയും കാണത്തില്ല. അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോഞ്ച് തരും. നമുക്ക് ക്ലയന്റ് സൈഡ് VFX സൂപ്പർവൈസർ ഉണ്ട്. അവര് നമുക്കൊരു ബേസിക് ഐഡിയ തരും. ഓക്കെ ഇങ്ങനെയാണ് ഈ സീക്വൻസുകൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് കാണിച്ച് അവർ ഫീഡ്ബാക്ക് കിട്ടി അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ചില സിനിമകളിൽ കുറച്ചും കൂടി ഇതായി. കാരണം എന്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ റെഡി പ്ലെയർ വൺ സ്പീൽബർഗിന്റെ കൂടെ എനിക്ക് 1 year വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് എന്റെ പേഴ്സണൽ എന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരാൻ റീസൺ സ്പീൽബർഗിന്റെ ജുറാസിക് പാർക്കാണ്. അപ്പം റെഡി പ്ലെയർ വണ്ണിൽ ഒരു ചേസ് സീക്വൻസ് ഉണ്ട്. ആ സിനിമ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചേസ് സീക്വൻസ് ഉണ്ട്. ഞങ്ങളൊരു 6-7 പേരാണ് അത് ഡിസൈൻ ചെയ്ത് ആനിമേഷൻ ചെയ്തേക്കുന്നത് ILM ലണ്ടനിൽ. അപ്പം അതൊരു വലിയ അത് കുറെ സമയം എടുത്തു. അത് എപ്പോഴും ഉണ്ട്. എന്റെ സിസ്റ്ററിന്റെ മാരേജ് ആയിരുന്നു. 10,000-2,000 പേര് അന്നത്തെ കേരളത്തിലെ സിസ്റ്ററും എല്ലാവരും വന്നേക്കും. പക്ഷെ ഞാനില്ല. ഞാൻ ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്കത് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. കല്യാണത്തിന് വലുത് എനിക്ക് സ്പിൽബർഗ് ആണെന്ന് പറയണല്ലോ. അതും പറഞ്ഞില്ല. ഞാൻ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസ് ചെയ്താണ്. കാരണം ഞാനിപ്പം പോയി കഴിഞ്ഞാൽ അത് വേറെ ആരെങ്കിലും എടുത്ത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും നാള് ഇത്രയും എഫർട്ട് എടുത്തോണ്ടിരിക്കുന്ന സാധനം അത് വിട്ടിട്ട്. അപ്പൊ ഞാൻ വീട്ടുകാർക്ക് പറഞ്ഞു, എന്റെ കുറച്ച് സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഇതാണ് റീസൺ. അവർക്ക് തന്നെ അറിയാം, അതായത് വർക്ക് ഹോളിക്കാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡ് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കണ്ട് പിന്നെ നമ്മൾ വേറെ നോക്കേണ്ട കാര്യം. അപ്പൊ അത്രയും സാക്രിഫൈസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ പക്ഷെ എന്തോ എനിക്കത് ഗുണം കിട്ടി. കാരണം ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആ സീക്വൻസ്. കാരണം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ഒരു റെഡി പ്ലെയർ വണ്ണിലെ റേസ് സീക്വൻസുകൾ. അപ്പൊ അതിലൊരു ഡൈനോസർ ഉണ്ട്, ഒരു ടീറക്സ്. അത് എനിക്ക് സ്പീൽബർഗിനെ കാണിക്കാൻ പറ്റി. സ്പീൽബർഗ് നമ്മൾ അടുത്തിരിക്കില്ല, നമ്മൾ റിവ്യൂ ആണ്. അവര് പുള്ളി അവരുടെ ഓഫീസിലായി, നമ്മൾ വെർച്വലായി. അപ്പൊ അങ്ങനെ വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 year നമുക്ക് ടു ആൻസർ ഞാൻ ചെയ്യുന്ന പുള്ളിയുടെ ക്യാമറയ്ക്ക് എന്താണ് ഇഷ്ടമുള്ളത് നമുക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പുള്ളിയുടെ എക്സ്പീരിയൻസുകൾ പറയും. ഒരു 1 year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബിലീവബിൾ എക്സ്പീരിയൻസ് ആണ്. പുള്ളി എന്താണ് പുള്ളിക്ക് ഇഷ്ടം എന്ന് പറയും ക്യാമറ. ചില സമയങ്ങളിൽ നമ്മുടെ റിവ്യൂ മാറി അതൊരു കോൺവെർസേഷനായി മാറും പല ടീമിലുള്ള എല്ലാവരുമായിട്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയി പഠിക്കുന്നതിലും ദ ബെസ്റ്റ് തിങ് ഈസ് യു ലേൺ ഫ്രം ദ മാസ്റ്റർ, ഇല്ലേ? എക്സാക്ട്ലി. അതുമല്ല ഞാൻ പറയുന്ന പോയിന്റ് മറന്നുപോയി. പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പലപ്പോഴും പല ഡയറക്ടർമാർക്ക് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയിച്ചു. അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ അങ്ങോട്ടാക്കി ഇടത്തോട്ടാക്കി അങ്ങനെ മാറ്റിയാണ് ഫൈനൽ ഔട്ട്പുട്ട്. പുള്ളിയിലാണ് ഞെട്ടിപ്പോയത്. പുള്ളിക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം എന്താണ് വേണ്ടതെന്ന്. അതായത് ഒരു ആനിമേഷനെ നല്ല ഇൻഡെപ്ത് അറിയാവുന്ന ഒരാൾ പറയുന്ന പോലെയാണ് പുള്ളിയുടെ എല്ലാ നോട്ടും. അപ്പൊ നമുക്ക്
നമുക്കൊരു ഒരു ഓരോ തവണയും പുള്ളി നമുക്ക് റിവ്യൂ കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെയാണ്. അത് പ്രത്യേകിച്ച് ക്യാമറ, പുള്ളിക്ക് എന്തുകൊണ്ടാണ് എന്ത് ടൈപ്പ് ക്യാമറയാണ് ഇഷ്ടം എന്ന് പറയും, ചില സ്ഥലങ്ങൾ സ്നാപ്സൂം ഇഷ്ടം എന്ന് പറയും, അപ്പൊ ഏത് ഫോക്കൽ ലെങ്ത് എല്ലാത്തിനെ പറ്റി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, ആ സ്പെസിഫിക് ആയിട്ട് പുള്ളി പറയും. അത് ഒരു വലിയൊരു നല്ല എക്സ്പീരിയൻസ്. ചെയ്തതിൽ ഏറ്റവും വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് വർക്ക് ആയിരുന്നു സ്റ്റീവൻ സ്പിൽബർഗിന്റെ കൂടെ എന്നോട് പറഞ്ഞു. ബട്ട് വൺ ഓഫ് ദി എക്സൈറ്റേജ് അല്ലെങ്കിൽ ഇന്നും ടി വിയിൽ കാണുമ്പം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്ന ഒരു വർക്ക് ഏതാണ് ഫ്രം ഓൾ ദീസ് യുവർ വർക്ക്സ് ഇപ്പൊ ചെയ്തതിലൊക്കെ? അത് കുറെ ഉണ്ട്. എനിക്കൊന്ന് ഈ ഇടയ്ക്ക് നല്ല ഹൗസ് ഓഫ് ഡ്രാഗൺ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന്റെ അകത്ത് ഡ്രാഗൺസ് ഇഷ്ടം, അത് നല്ല ഇതായിരുന്നു. നമ്മൾ അത്ര എഫേർട്ട് ഇട്ടേക്കുന്നുണ്ട്. ഒരു വെനം 2 കാർണേജിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ചെയ്തത്. വെനത്തിനൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സീരീസ് ആണ് അല്ലെങ്കിൽ മൂവിയാണ്. ഇവൻ ഐ നോ വെനം വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് തിയേറ്ററിൽ പോയി കാണുന്നവരുണ്ട്. പക്ഷെ വെനത്തിന്റെ പിന്നിലൊക്കെ ഒരു മലയാളി ഉണ്ട്. അല്ലെങ്കിൽ യു സൂപ്പർവൈസ് ദ VFX ഫോർ വെനം, റൈറ്റ്? ഞാൻ ലീഡ് ആനിമേറ്റർ ആയിരുന്നു. അതിന്റെ അകത്ത് ക്യാരക്ടർ ഈ കാർണേജിന്റെ മോഷൻ കുറെ എങ്ങനെയാണ് മൂവിയിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്തത് ഞാനായിരുന്നു. പക്ഷെ ഈ വെനത്തിന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ ഇരിക്കണം, ഇത് ഇങ്ങനെ, ആ ഒരു ഡിസിഷൻ, ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന നിങ്ങളുടെ ടീം തന്നെയല്ലേ? അല്ലല്ല, എക്സ്പ്രഷൻ അല്ല, എക്സ്പ്രഷനും മോഷൻ, മൂവ്മെന്റും എക്സ്പ്രഷനിലും ഞങ്ങളാണ് ഡിസൈൻ. പക്ഷെ അതിന്റെ എന്താ പറയുക, മോഡൽ ഡിസൈൻ അതൊക്കെ ചെയ്യുന്ന കൺസെപ്റ്റ് ആർട്ടിസ്റ്റും അതിന്റെ മോഡലിംഗ് ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഒരു പാവയെ ഇമാജിൻ ചെയ്തു. ആ പാവയെ ഞങ്ങൾക്ക് തരും. ആ പാവയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ഞാൻ ആനിമേറ്ററിന്റെ ജോലി. അങ്ങനെയാണെങ്കിൽ പാവയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ട്രോൾസിൽ എങ്ങനെ സാധിക്കുന്നു? ആകെ കൂടെ ഇച്ചിരി ആൻഡ് ഇറ്റ്സ് സോ ക്യൂട്ട് ടു വാച്ച്. നിങ്ങൾ ആ ലോകം ക്രിയേറ്റ് ട്രോൾസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ട്രോൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും ഫൺ ആയിട്ടുള്ള പ്രോജക്റ്റ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ടർമാർ നമുക്ക് ഫുൾ ഫ്രീഡം തന്നു. നിങ്ങൾ എന്ത് വേണോ ഹാവ് ഫൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഇത്രയും അതിന്റെ ഫസ്റ്റ് ട്രോൾ അതിന്റെ പല ഡെവലപ്മെന്റും ചെയ്ത് ഞങ്ങൾക്ക് പറ്റി. ഞങ്ങൾ കുറെ എക്സ്റ്റൻസീവ് ആയിട്ടാണ് അത് ചെയ്തായിരുന്നു. അതിന്റെ അകത്ത് ഇപ്പൊ ട്രോൾസ് ഡാൻസ് കളിച്ചില്ല. ഫസ്റ്റ് ഡാൻസ് അവർക്ക് അത് ഒരു പസിലായിരുന്നു. ആ പസിൽ ഞാൻ ചെയ്ത ഒരു ഷോട്ടായിരുന്നു. അത് അൺലോക്ക് ചെയ്ത് യു ക്രാക്ക് ദ പസിൽ എന്ന് പറഞ്ഞു. കാരണം അവരെങ്ങനെ ഡാൻസ്, അവർക്ക് പ്രത്യേക സ്റ്റൈൽ വേണമായിരുന്നു അവർ ഡാൻസ് കളിക്കാൻ പറ്റില്ല. അത് ഞാനായിരുന്നു അത് ഡെവലപ്പ് ചെയ്ത് എന്റെ റീലിൽ കിടക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര ഫണ്ണായിരുന്നു ആ പ്രോജക്റ്റ്. കാരണം അതൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ട്. നമ്മൾ പലപ്പോഴും ഇപ്പൊ ഒരു ഗോഡ്സിലെ കിങ് കോങ് ഒക്കെയാണ് ബുദ്ധിമുട്ടെന്ന് വിചാരിക്കും. അത് സത്യം പറഞ്ഞാൽ അതിനെക്കാട്ടിലൊക്കെ എത്രയോ ബുദ്ധിമുട്ടാണ് ഈ ട്രോൾസും ഈ പെങ്കിൻസും മഡഗാസ്കറിലെ പെങ്കിനുകളെല്ലാം. കാരണം നമ്മുടെ ഈ കൈയും കാലും എല്ലാം ചെറുതായി വരും തോറും ബുദ്ധിമുട്ട് കൂടി വരും. കാരണം അതേ നമ്മൾ സാധാരണ ഒരു ആക്ടർ അഭിനയിക്കുന്ന അതേ ഫീലിങ്ങോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലോ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ള ക്യാരക്ടറിലെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. ചിലരൊക്കെ പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോജക്റ്റും ഏതെങ്കിലും രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ പിന്നെ സൂപ്പർവൈസർ ഫിഞ്ച് എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ ഫിഞ്ച് അതിലാണ് ആപ്പിൾ ടിവിയിലുള്ള അത് ടോം ഹാങ്ക്സിന്റെ സിനിമയായിരുന്നു. അതിലും ഞാൻ സൂപ്പർവൈസ് ചെയ്യുകയാണെങ്കിൽ പോലും അത് ഭയങ്കര കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡിങ് ആക്ടറിനെക്കാട്ടിലും 2 അടി പൊക്കമുള്ള ഒരു റോബോട്ടായിരുന്നു. അപ്പൊ ആ പെർഫോമൻസ് എങ്ങനെ ഈ റോബോട്ടിലോട്ട് കൊണ്ടുവരാനുള്ള ചലഞ്ച് അതിലുണ്ടായിരുന്നു. ഇപ്പൊ സ്പൈഡർ വേഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മള് കാരണം ഇത്രയും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ഉള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്ഫോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് കോംപ്ലിക്കേഷൻ. കാരണം ഇപ്പോഴത്തെ ട്രൈസ് ഓഫ് ദ ബീസ്റ്റ് പറഞ്ഞാൽ മുമ്പിലത്തെ ട്രാൻസ്ഫോമേഴ്സ് ഒരു സ്റ്റൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെന്ത് പറ്റിയെന്ന് അവർ ഡിസൈൻ മാറ്റി. എന്നിട്ട് അവർക്ക് ഏകദേശം ഒരു ക്ലാസിക് G1 ട്രാൻസ്ഫോമേഴ്സിന്റെ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കംപ്ലീറ്റ് റീഇൻവെന്റ് ചെയ്യേണ്ടി വന്നു. അതായത് നമുക്ക് ടോയ്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന എങ്ങനെ ആ രീതിയിൽ അത് ട്രാൻസ്ഫോം ചെയ്യാൻ കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പൊ അതൊക്കെ ഒരു വലിയ ചലഞ്ചായിരുന്നു. അത് ഏകദേശം എനിക്കൊന്ന് ഒരു പ്രോജക്റ്റ് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല എളുപ്പത്തിൽ നടക്കുന്നുള്ളൂ. എല്ലാത്തിനനുസരിച്ചിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ്. VFX ആർട്ടിസ്റ്റുകൾക്ക് ആനിമേറ്റേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കേട്ടേക്കുന്നത് സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ്. ലൈക്ക് യു സെഡ്, അത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഭയങ്കര ടയറിങ് ആക്കും, ഭയങ്കരമായിട്ട് അറ്റ് ടൈംസ് ഡിപ്രഷനിലേക്കും ആക്കും. ഉറക്കമില്ല, ഭക്ഷണമില്ല, ഇങ്ങനൊരു സാധനം ഞാൻ പൊതുവേ VFX ആർട്ടിസ്റ്റുകളുടെ കേട്ടിട്ടുണ്ട്. സോ അറ്റ് എനി മൊമെന്റ് ഇത് വേണ്ട, ഇട്ടിട്ട് പോയാലോ എന്നുള്ള ഫീല് ഹരിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇതിന് പ്രോബ്ലം ഞാനൊക്കെ പല കമ്പനികൾ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിക്കാർ ഒന്ന് പറയുമായിരുന്നു വീട്ടിൽ പോകും. അത് പറഞ്ഞ് നമുക്ക് പോകാൻ തോന്നൂല. കാരണം നമ്മൾ അത്ര പാഷനായിട്ട് അതാണ് അവന്റെ ഡിഫറൻസ് വരുന്നത്. നമ്മൾ ഒരു സാധനം നല്ലതാക്കാന്നുള്ള രീതിക്ക് നമ്മൾ സമയം നോക്കില്ല. ചിലപ്പോഴേ പിന്നെ 2 ദിവസമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പോലും അറിയില്ല. നമ്മൾ അടുത്ത് കുറെ ദിവസം നമ്മൾ ഇറക്കി നമ്മൾ അതേനാവത്തില്ല. നമ്മളങ്ങ് ഇരുന്നങ്ങ് വർക്ക് ചെയ്യും. ചിലപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിനോട് എല്ലാവരും കൊണ്ട് ചിലർക്ക് അതുപോലെ ഫിസിക്കലി പറ്റത്തില്ല. അത് അഡ്വൈസബിളും അല്ല. ചിലർ എല്ലാവരും കൊണ്ടും അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷെ എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെന്റലി ഒക്കെ എനിക്ക് ചെയ്യണം, എനിക്ക് കുറെ നേരം കൊണ്ട് ഇരിക്കണം തോന്നും. പക്ഷെ ബോഡി സംഭവിച്ചില്ല. അങ്ങനെയുള്ള അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവാറുണ്ട്. അത് ഫോർച്ചുനേറ്റ്ലി അതൊരു ഇന്ത്യയിലാണെങ്കിൽ അത് വർക്ക് കൾച്ചറെ മാറുകയും. ഞാനൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ എല്ലാം വർക്കിംഗ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്ര ആനിമേറ്റർമാരുണ്ട് ഇന്ത്യയിൽ.
അപ്പൊ ഒരാൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ്, ഓക്കെ ഞാൻ ഇത്രയും വർക്ക് ചെയ്തില്ലെന്ന് അടുത്ത ആൾ വന്ന് എന്റെ ജോലി എടുത്തോണ്ട് പോകുമോ, മനസ്സിലായി. അങ്ങനത്തെ ഒരു അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു വർക്ക് കൾച്ചർ ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കമ്പനി നിൽക്കുന്നു. അപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ അതൊരു പ്രത്യേക ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് സർവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ലിമിറ്റ് അറിയണം. അടുത്തിരിക്കുന്ന ആള് എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളും കയറി പാഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ പണി കിട്ടും. ഇത് അൺഫോർച്ചുനേറ്റ്ലി സിനിമ ഇൻഡസ്ട്രി, നമ്മൾ ആനിമേഷൻ സിനിമ ഇൻഡസ്ട്രി മുഴുവനൊക്കെ ഇട്ടേക്കുന്ന അനുസരിച്ച് ഇതാണ് ഒരു പ്രോബ്ലം. കാരണം ടൈം വേഴ്സസ് മണിയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഈ മെജോറിറ്റി സിനിമ നമ്മൾ കാണുന്ന സിനിമയിൽ ഉണ്ടാക്കുന്നത് അവസാനത്തെ ഒരു 3-4 മാസം കൊണ്ട്, ചിലപ്പോൾ 2 വർഷം വരെ സമയം കാണും. ഉണ്ടാക്കുന്ന അവസാനത്തെ ഒരു 3-4 മാസത്തിലാണ് പെട്ടെന്ന് കടകടയാണോ അടിച്ചുണ്ടാക്കുന്നത്. അതിൽ ചിലത് നല്ല രീതിയിൽ വരും, ചിലത് ശരിയാവാതെ പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. അത് വർക്ക് കൾച്ചർ അൺഫോർച്ചുനേറ്റ്ലി ലോകം മുഴുവൻ ഏകദേശം ഇങ്ങനെയാണ്. എനിക്ക് ചോദിക്കാനുള്ള എപ്പോഴും ഞാൻ ഹോളിവുഡിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കണം എന്നുണ്ട്, വാട്ട് ഹാപ്പൻ ടു ആക്ച്വലി ഹോളിവുഡ്? ബിക്കോസ് ഹോളിവുഡിൽ ഇപ്പൊ വരുന്നതെല്ലാം തന്നെ നമുക്കറിയാം, അവഞ്ചേഴ്സ്, സ്പൈഡർമാൻ, വെനം, ഈ ഒരു സോർട്ട് ഓഫ് സിനിമകൾ അല്ലാതെ നമ്മുടെ മറ്റ് ഒരു ജോണർ ഓഫ് സിനിമകളും ഹോളിവുഡിന് ഉണ്ടായിരുന്നു. നമ്മളെ മെസ്മറൈസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ വാപൊളിച്ച് നിർത്തിയ കണ്ടന്റ് ഡെലിവറി ചെയ്തിരുന്ന ഹോളിവുഡ് കുറച്ചധികം നാളായിട്ട് വി നോട്ട് സീയിങ് എനി ദാറ്റ് കൈൻഡ് ഓഫ് മൂവീസ്. അത് ആ ഒരു ഹോളിവുഡിന്റെ ഉള്ളിലായതുകൊണ്ട് ഡിഡ് യു know why it is happening? അല്ല, ഞങ്ങൾ എല്ലാവരും കൺസേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ കണ്ട സിനിമകളൊക്കെ പാഷനായിട്ടാണ് നമ്മൾ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ പലതും നമ്മൾ തിയേറ്ററിൽ കണ്ട വൈകി കാരണം നമുക്കതിൽ റോളില്ല. ആസ് ആനിമേറ്റേഴ്സ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ്, ഡയറക്ടർ, ഇതുപോലുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഈ പല കാര്യങ്ങളും. അതിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗിയാമോ ഡെൽ ടോറോ പുള്ളി തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ അതിൽ സ്പീൽബർഗ്, ഇതുപോലുള്ളവർക്ക് പോലും സിനിമ ഇപ്പൊ ഡീലൈറ്റ് ആയി കിട്ടുന്നില്ല. ഇത്രയും വലിയ ഫിലിം മേക്കേഴ്സ് ഡീലൈറ്റ് ആയി കിട്ടുന്നില്ല. കാരണം ഈ മെജോറിറ്റി ആയിട്ടുള്ള ഫിലിം സ്റ്റുഡിയോസ് ഇപ്പോൾ അവരെല്ലാം നഷ്ടത്തിലാണ്, ഭയങ്കര ബില്യൺസ് ഓഫ് ഡോളർ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇവര് റിസ്ക് എടുക്കാൻ മടിക്കുകയാണ്. ഒരു ഷുവർ ഷോട്ടായിട്ട് ഹിറ്റ് ആവുന്നുള്ള സിനിമകൾ മാത്രമേ അവർ ഇപ്പം എഗ്രി ആവുന്നുള്ളൂ. കാരണം അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇപ്പൊ തന്നെ ഇപ്പൊ ഗ്ലാഡിയേറ്റർ 2 ഞാനാണ് എന്തിന് ഗ്ലാഡിയേറ്റർ, കാരണം അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവർ ഡെസ്പറേറ്റ് ആണ്. കാരണം ആ പഴയ നോസ്റ്റാൾജിയ ഉപയോഗിച്ചെങ്കിൽ ആൾക്കാർ വരുമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് ഇവരെല്ലാം റിസ്ക് എടുക്കുക. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതിന് റീസണും ഉണ്ട്. കാരണം അവർ ഈ പല സിനിമകളുടെയും ബഡ്ജറ്റിംഗ് ചുമ്മാണ് ഇത്രയും പൈസ കൊണ്ട് കളയുന്നത്. കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഇതിന്റെ ഇഷ്ടം പോലെ ഒരു ഫിലിം മേക്കറിന്റെ സിനിമ ഉണ്ടായി വരുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഒരു ഹയറാർക്കി ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ട് ജപ്പാനിന്റെ ഒരു ഫിലിം മേക്കർ വെറും 15 മില്യന് താഴെ. ഇപ്പൊ എന്റെ ഓഫീസിൽ എന്റെ അടുത്തിരിക്കുന്ന ജപ്പാൻ എന്നുള്ള ഒരാളാണ്. പുള്ളി എന്റെ അടുത്ത് പറയായിരുന്നു, ഇവര് ഒരു ഗ്രൂപ്പ് പ്രോജക്ട്, അതിന്റെ ഡയറക്ടർ തന്നെയായിരുന്നു അതിന്റെ VFX സൂപ്പർവൈസർ. അതായത് VFX അറിയാവുന്ന ഒരാളാണ് അതിന്റെ ഡയറക്ടർ. അതുകൊണ്ട് എന്ത് പറ്റി, ഈ മിഡിൽ മാൻ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് ടീം ഒരു മുറിക്കകത്ത് വെച്ചിട്ട് ഇവരെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ടാണ് ആ പ്രോജക്ട് ഇറക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ പ്ലാൻ ഞാനിപ്പോ ഏകദേശം 20 years ആവാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് എന്റെ കേരളത്തിൽ ഇന്ത്യയിൽ വന്നിട്ട് ഉണ്ടാക്കാൻ എന്റെ പ്ലാൻ. കാരണം നമുക്ക് ഇത്രയും ഉണ്ടാക്കിയ നോളജ് വെച്ചിട്ട് നമുക്കറിയാം ഇവര് കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായി, കറക്റ്റായിട്ട് ചെയ്യുന്ന അവരുടെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അതാണ് നമുക്ക് ഇന്ത്യയിലും ഇനിയുള്ള നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നമുക്ക് ഇന്ത്യയിലൊക്കെ ഗ്രോത്ത് വരുന്നത്. കാരണം നമുക്ക് ഇവിടെ ഉള്ള കുറെ കോംപ്ലിക്കേഷൻസ് അവിടെ ഇല്ല. നമുക്ക് ഡയറക്റ്റ് ഒരു ഷിപ്പിൽ ഒരു ക്യാപ്റ്റനല്ലേ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ എളുപ്പം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം പോലെ ക്യാപ്റ്റന്മാരാണ്. അവസാനം അത് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഡെസ്റ്റിനേഷനിൽ എത്തത്തുള്ളൂ. കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഞാൻ എപ്പോഴും അത് വിചാരിച്ചിട്ടുണ്ട്, ഹോളിവുഡിൽ നിന്ന് എന്ത് സംഭവിക്കും. ബിക്കോസ് ദേ ആർ കീപ് ഓൺ ഡൂയിങ് ദ ഫ്രാഞ്ചൈസ്. അല്ല, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, പിന്നെയും സ്പൈഡർമാൻ, പിന്നെയും വെനം, പിന്നെയും ഗ്ലാഡിയേറ്റർ. അല്ല അത് റീസൺ ഇതാണ്. കാരണം വേറൊരു കാര്യം, അവർ നല്ല സിനിമകൾ ചിലത് ഇറക്കുന്നത് ഓടുന്നില്ല, ചില നല്ല സിനിമകൾ ഉണ്ടാക്കിയത് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പൊ ഒരു സിനിമ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അവർ ഓക്കെ ഇത് ഫ്ലോപ്പ്, ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് എടുക്കേണ്ട, എല്ലാം ചെയ്ത സാധനങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. അത് അവരുടെ ഒരു കാരണം. അല്ലെന്നുണ്ടെങ്കിൽ അവര് ബഡ്ജറ്റ് കുറച്ചുണ്ടാക്കാം. അത് മാത്രമേ അവരുടെ ഓപ്ഷൻ. ഇപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറച്ചുണ്ടാകും. അതുപോലെ തന്നെ വേറെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അത് എനിക്കൊന്ന് ബോളിവുഡിൽ ചെറുതായിട്ട് ഈ ഒരു പ്രശ്നമുള്ള ഒരു നല്ല കഴിവുള്ള ഒരാൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് പിച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായത് ഒരു നെറ്റ്വർക്ക് ചെയ്ത് നമ്മൾ പാർട്ടിയിലൊക്കെ പോയി നമ്മൾ അങ്ങനെ ആരെങ്കിലും കൂടെ റെഫറൻസ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ സ്റ്റുഡിയോ സിസ്റ്റത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു സർക്കിളിൽ നിന്നുള്ള ആൾക്കാരാണ് പിന്നെയും കഥ എഴുതുന്നത്. അവരെല്ലാം ഡെറിവേറ്റീവ് ആണ്. അത് ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമ പോലെ തന്നെ അടുത്ത സിനിമ ഇറക്കും. അവർ പുതിയതൊന്നും പറയാനില്ല. കാരണം അവർ ഒന്നുകിൽ അവർ ലൈഫ് ജീവിച്ചിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസോ ടാലന്റോ ഇല്ല. ഈ ടാലന്റ് ഉള്ള ആൾക്കാർക്ക് റൈറ്റ് സ്റ്റോറിയായിട്ട് എത്താനോ അതിനുള്ള ഒരു മീഡിയം ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇപ്പം. അതുകൊണ്ട് അവർ തുറക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ട്
സ്ക്രിപ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറും. പക്ഷെ അതല്ലാത്തത്തോളം കാലം അതുകൊണ്ട് അവർക്ക് റിസ്ക് എടുക്കുന്നേ വളരെ റെയറായിട്ടേ നമുക്ക് നല്ല സിനിമകൾ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. സോ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ദാരിദ്ര്യം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ദാരിദ്ര്യം ഹോളിവുഡിനെയും ബാധിച്ചു തുടങ്ങി ഒരു വിധത്തിൽ. എക്സാക്ട്ലി. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഇറങ്ങുന്ന അത് എല്ലാവർക്കും അറിയാം. ഒരു സിനിമയിൽ നമുക്കൊരു കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അതെ ഒന്നുമില്ല. അതാ ഞാനും ചോദിച്ചത്, ഞാനും ഞെട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള പ്രശ്നം കാരണമല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സ്റ്റോറി ഈസ് ദ കിങ് എന്നാണ് പറയുന്നത്. നമുക്ക് ആ സ്റ്റോറി കൊള്ളത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ VFX ആനിമേഷൻ ചെയ്യുമെന്ന് പറഞ്ഞാലും അത് പകരം. ആൻഡ് ഈ പറഞ്ഞ പോലെ ഹരി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ VFXന്റെ പ്രാധാന്യം അധികമായിട്ടില്ല. ബട്ട് നൗ യു ക്യാൻ സീ എ ചേഞ്ച്. ഇപ്പൊ രാജമൗലി എടുക്കുന്ന ചിത്രങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ തുടക്കം ഒരു ബാഹുബലിക്കാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പൊ വരാൻ പോകുന്ന ബാറോസ് ആവട്ടെ ഓർ കത്തനാരാവട്ടെ ഓർ എനി ഒരു അത്യാവശ്യം നല്ലൊരു പടത്തിലൊക്കെ ഒരു VFX സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സോ VFX ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആനിമേറ്ററിന് ഇന്ത്യൻ സിനിമയിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് ഇപ്പൊ തോന്നുന്നില്ലേ? ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാവർക്കും പറഞ്ഞ സംഭവമുള്ളൂ. അതായത് ആനിമേഷനോ VFX കാണിക്കാൻ വേണ്ടി സിനിമ എടുക്കില്ല. ആ സിനിമയ്ക്ക് വേണമെങ്കിൽ മാത്രമേ ആനിമേഷനോ VFX ചെയ്യാവൂ. അപ്പൊ ഇവിടെ എല്ലാം പ്രശ്നം ഹോളിവുഡിനെ പറ്റിയ പ്രശ്നമാണ്. നമുക്ക് ഒരു കഥയൊന്നുമില്ല. അവൻ കുറച്ച് ഡൈനോസറും ഏലിയനൊക്കെ വലിച്ചൊരുങ്ങിടാം. അങ്ങനെ അതിന് പൈസയും പോവും, ആരും കാണാനും വരത്തില്ല. പക്ഷെ മലയാള സിനിമ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് എനിക്ക് മറ്റേ ബ്രഹ്മയുഗത്തിൽ അത് CG അല്ല, പക്ഷെ എന്നാ പോലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ നല്ല സ്മാർട്ടായിട്ട് എന്റെ ഫാന്റസി എലമെന്റ് ഉപയോഗിച്ച് അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ നല്ല രീതിയിൽ. അപ്പൊ കുറച്ച് VFX ആനിമേഷൻ ആണെന്നുണ്ടെങ്കിൽ കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എക്സ്പെൻസീവ് ആണ്. അപ്പൊ കുറച്ച് വേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഈ പല ഹോളിവുഡ് സിനിമകളിലും നല്ല കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ഇന്ത്യയിൽ. ഫോർ എക്സാമ്പിൾ ബിയോൺ പോലുള്ള സിനിമകളൊക്കെ ചെയ്യുന്ന കമ്പനി ഡീനൊക്കെ അവരുടെ ബ്രാഞ്ച് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇത് വലിയ MBC ഉണ്ട് ഇന്ത്യയിലെ ബ്രാഞ്ച്. അപ്പൊ വലിയ വലിയ കമ്പനികളെല്ലാം ബ്രാഞ്ച് ഇന്ത്യയിലുണ്ട്. അതുപോലെ കൊഴിവുള്ള ആനിമേറ്റർമാരുണ്ട്. ആനിമേറ്റർമാരുടെ വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റുകൾ ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷെ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം മേക്കേഴ്സിന് ആ വിഷൻ വേണം. ആ നോളജ് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഹോളിവുഡ് സിനിമകളോട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് ബഡ്ജറ്റ് അല്ല പ്രോബ്ലം, ആ നോളജാണ്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹോളിവുഡിലെ ഏറ്റവും വലിയ പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ചൈനയാണ്. ചൈനീസ് മൂവി ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അവരുടെ ഓഡിയൻസിന് വേണ്ടി അവർ സിനിമ ഉണ്ടാക്കുന്നു, അവർ പൈസ ഉണ്ടാക്കുന്നു. പക്ഷെ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിനേക്കാൾ ആൾക്കാർ നമുക്ക് ഇവിടെ ഉണ്ട്. അതിനേക്കാളും അതുപോലെ തന്നെ പറയാൻ സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ പാറ്റേൺ ഫോളോ ചെയ്യും. ഫിലിം മേക്കേഴ്സ് ഒരേ പാറ്റേൺ ഫോളോ ചെയ്യണം. അവർ അതിനപ്പുറത്തോട്ട് മാറി ചിന്തിക്കാൻ അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ പേടിച്ചിട്ടായിരിക്കും. അത് മാറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനിമേറ്റർമാർക്കും വിഷ്വൽ എഫക്ട്സുകാർക്കും ഓഡിയൻസിലും നല്ലത്. നമുക്ക് ഇപ്പം ഹരി പറഞ്ഞതുപോലെ ചൈനീസ് ഇൻഡസ്ട്രിയാണ് കുറച്ചധികം ഇതായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? ഫിനാൻഷ്യലി നോക്കിയപ്പോൾ ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും. നമുക്ക് ഹോളിവുഡിനെക്കാളും പൈസ ഉണ്ടാക്കുന്ന ഇപ്പം ചൈനീസ്. അവരുടെ സിനിമ അവർ മാത്രമേ കാണത്തുള്ളൂ. അതാണ് പ്രത്യേകത. പക്ഷെ മലയാളികളെ പറയരുത്, മലയാളികൾ കാണും, മലയാളികൾ ഏതും കാണും. സോറി. അത് എന്നാ പോലെ അവര് അപ്പൊ അതുപോലെ അവര് സെൽഫ് ഇതായി റിലയന്റ്. അപ്പൊ അതുപോലെ നമുക്ക് അപ്പൊ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ആവോന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൂ. 2-3 കാര്യങ്ങൾ ഇപ്പം ഹരിയെ കേൾക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മേ ബി ഒരു 10th സ്റ്റാൻഡേർഡ് ഒരു 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ഹു ലവ് ടു ബി ആൻ ആനിമേറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരന്റ് കുട്ടികളെ ഇതിന് വിടണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട് വോട്ട് യു വാണ്ട് ടു ടെൽ? ലൈക്ക് ഇതിനൊരു ഭാവിയുണ്ടോ അല്ലെങ്കിൽ ഇതിന് പോകുന്നത് കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ ഇതിൽ വർക്ക് ചെയ്താൽ നല്ല കാശ് കിട്ടുമോ ജീവിക്കാൻ എന്നൊക്കെ രീതിയിൽ ചോദിച്ചാൽ ഒരു എഞ്ചിനീയറിനൊക്കെ കിട്ടുന്നതിനേക്കാളും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ എടുത്ത സാക്രിഫൈസ് ഇതിലൂടെ പറയാം. ഞാൻ എടുത്ത സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരെ കൊണ്ടും പറ്റുന്നത് അല്ല. കാരണം ഇഷ്ടം നമ്മൾ എന്തുമാത്രം ആനിമേറ്റർമാരും. പക്ഷെ ആ സാക്രിഫൈസ് എടുക്കാനുള്ള ഇത് വേണം. പിന്നെ റിസൾട്ട് പ്രതീക്ഷിച്ച് ഇത് ചെയ്യല്. നമുക്ക് ഞാൻ എല്ലാവർക്കും പറഞ്ഞതാണ്. അതായത് ഇപ്പം ഞാൻ പഠിച്ച സമയത്ത് എന്റെ പാരന്റ്സിനെ കേട്ടിട്ട് പോലുമില്ല ഇതിൽ ജോലി കിട്ടും. ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ കൂടെ അന്ന് എൻ്റെ കൂടെ പഠിക്കാൻ വന്ന ബാക്കി ആനിമേറ്റർമാരും അങ്ങനെ തന്നെയായിരുന്നു. അവരാരും ജോലിക്ക് വേണ്ടി വന്നതില്ല. അവർക്ക് ഈ സാധനം കൊള്ളാമല്ലോ, ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോട്ട് ചെയ്തുകൂടാന്നുള്ള കൺസെപ്റ്റ് വന്നവരാണ്. എനിക്ക് അഡ്വൈസ് തന്നെ അൺഫോർച്ചുനേറ്റ്ലി അത് ഓരോരുത്തരുടെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് എന്തിലിറങ്ങുമ്പോഴും ഒരു കറേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ച് പണ്ടത്തെക്കാളും ഭയങ്കര സ്പീഡിൽ ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ചിന്റെ കൂടെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. കാരണം ഈ പടം വരയ്ക്കുന്ന നമ്മൾ വീട്ടിൽ ഇരുന്ന് പടം വരയ്ക്കുന്ന ആനിമേഷൻ ചെയ്യുന്ന പോലെയൊന്നും അല്ല നമ്മൾ ഒരു വേറെ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര മനുഷ്യരോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ പീപ്പിൾ മാനേജ്മെന്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പുറത്ത് ഞാൻ സൂപ്പർവൈസർ ആയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളിത് ഓരോ രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ വേറെ മാറണം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ മെന്റൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിരിക്കും.
നല്ല രീതിയിലായിരിക്കില്ല അവർ സംസാരിക്കും. പക്ഷെ അവർ അഴുക്ക ആൾക്കാരല്ല, അവർ സംസാരിക്കുന്ന രീതി കുറച്ചൊരു ടഫായിട്ടായിരിക്കും. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി വേണം. അപ്പൊ ഇതൊരു പ്രൊഫഷണായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം, അത് ഞാൻ പറയാം. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ വരാളൂ. ഇതൊരു ജോലിയായിട്ട് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകും. മലയാളികളുണ്ടോ? വേറെ മലയാളികളുണ്ടോ ഹരിയുടെ ടീമിൽ? ഇഷ്ടംപോലെ ഇഷ്ടമുണ്ടോ? അതിൽ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ടൂൺസിൽ തുടങ്ങിയ ഇപ്പം ഗബോണിയൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഞങ്ങൾ തുടങ്ങിയില്ല. നിധി ബോർഗീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളോട്ടുള്ള ഏറ്റവും കൂടുതൽ ടാലന്റ് ഉള്ള പുള്ളി ഇപ്പൊ ഡ്രീം വർക്സിൽ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ കുറെ പേരൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. ഞങ്ങൾ 5-6 ടൂൺസി അന്ന് തുടങ്ങിയവർ അതാണ് ഞങ്ങൾ ആയിരിക്കും പറയാം. അന്ന് വന്ന ഞങ്ങളുടെ അല്ലാതെ പിന്നെ മലയാളികളല്ല ഇന്ത്യക്കാരെ പിന്നെ ഞങ്ങൾ അത്രയായിട്ട് കണ്ടിട്ടില്ല ഇൻഡസ്ട്രിയിൽ. അതിൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കിട്ടുന്ന റീസണും ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ഇത് എന്റെ പേഴ്സണൽ തോന്നലാണ്. പിന്നെ വരുന്നവരെല്ലാം അത് പ്രതീക്ഷിച്ച് വരുന്നോണ്ടാണോ അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷൻ തെറ്റി പോകണമെന്ന് അറിയില്ല. പിന്നെ മലയാളികളാണ് ഇന്ത്യക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ആ ഗ്യാങ് കഴിഞ്ഞപ്പോൾ 2005 എന്തായാലും ഈ പറഞ്ഞ പോലെ എന്നെങ്കിലും ഒരു മലയാളി, എൻ്റെ സെഗ്മെന്റിന്റെ പേര് തന്നെ മലയാളിയിടാന്നാണ്. സോ നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രിയിലും എവിടെ ചന്ദ്രനിൽ പോയാലും ഒരു മലയാളിയെ കാണുമെന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോ കേൾക്കുന്ന ലിസണേഴ്സിനെല്ലാം തന്നെ മനസ്സിലാവും ലൈക്ക് നമ്മൾ ഇത്ര എൻജോയ് ചെയ്ത ഈ സിനിമകളുടെ ഒക്കെ പിന്നിലെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കൈയാണ് ഈ മലയാളി. സോ ഇസ് ദർ എനി മൊമെന്റ് യു റിയലി ഫെൽറ്റ് യെസ് ഞാനൊരു മലയാളിയാടാ എന്ന് തോന്നുന്ന ഒരു ഫീൽ എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ടായിരുന്നോ? അതെപ്പോഴും തോന്നും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോറിനിലൊക്കെയാണ് അവർ കണ്ടു വളരുന്നത് ഇതുപോലത്തെ സിനിമകൾ. നമ്മളത് കണ്ടു വളർന്ന ഞാൻ നല്ല നല്ല സിനിമകൾ വല്ലപ്പോഴേക്ക് അന്ന് ട്രിവാൻഡ്രത്ത് ഇറങ്ങത്തുള്ളായിരുന്നു. അന്ന് പുള്ളി കൊണ്ട് ഒരേ ഒരു അനിമേഷൻ സിനിമ എന്റെ ഓർമ്മയിൽ ആ സമയത്ത് തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ളൂ, ലാങ്കി. നമ്മൾ ഫോറിനിൽ പോയി പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. അത് ഞാൻ 12 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ അവസാനം വേറെ ആൾക്കാർ കിട്ടുന്ന എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റൂ. എനിക്ക് അവാർഡ് കിട്ടി, വിഷ്വൽ എഫക്ട്സിൽ ഏറ്റവും വലിയ അവാർഡായിരുന്നു വിഷ്വൽ എഫക്ട്സ്. അത് വന്ന് എനിക്ക് ഗിയമോ ഡെൽ ടോറോ അവരെ കാണാൻ പറ്റി. അപ്പൊ ഇതെല്ലാം ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കാൻ പറ്റി. ഗിയമോ ഡെൽ ടോറെ കണ്ടപ്പോൾ ഞാൻ പുള്ളിക്ക് പറയുകയും ചെയ്തു, പുള്ളി ഗോത്തിക് ഹൊറർ ഇഷ്ടമാണ്. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, നമ്മുടെ ശ്രീകൃഷ്ണപരുന്ന സിനിമ ഉണ്ടല്ലോ അത് കാണുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിയെടുത്ത്. പുള്ളിക്ക് മനസ്സിലായോന്ന് എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ എന്താ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഞാൻ അത് റെക്കമെൻഡ് ചെയ്തായിരുന്നു, നല്ലത്. അപ്പം അങ്ങനെ പല ഇപ്പൊ തന്നെ ഞാൻ എത്തിപ്പോയി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്റെ പേര് ഷൗട്ട് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു മറ്റേ മൻ കി ബാത്തിൽ. അപ്പൊ ഞാൻ എത്തിപ്പോ എന്നെ അറിയാം. പക്ഷെ അപ്പോഴേക്കും നമുക്ക് പ്രൗഡായിട്ട് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്, നമ്മുടെ ചെയ്ത അക്കോംപ്ലിഷ്മെന്റും ഇങ്ങനെ ആൾക്കാരെ അറിയുന്നുണ്ടോന്ന് അറിയാൻ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത്. ഹരി ഇത്രയും പറഞ്ഞുകൊണ്ടൊരു കാര്യം ഞാൻ എന്റെ ആസ് എ റിക്വസ്റ്റ് ചെയ്യാൻ പറയാം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, വി ഡോണ്ട് ഹാവ് എ ജോണർ ലൈക്ക് ആൻ ആനിമേറ്റഡ് മൂവി അല്ലെങ്കിൽ ഫാന്റസി മൂവി. നമുക്കില്ല, മലയാളത്തിൽ അങ്ങനെ ഒരു ജോണർ ഇല്ല. അപ്പം ഹരിക്കൊക്കെ ഒരു സമയം കിട്ടുമ്പോൾ പ്ലീസ് സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ മലയാള സിനിമ ഓൾസോ. ബിക്കോസ് ഇപ്പൊ ഡിസ്നി ഇറക്കുന്ന സിനിമകൾ പോലും സിൻഡ്രല്ല സ്റ്റോറിയൊക്കെ നമ്മൾ ഈ 2024 വരെ ഇവർ പല രീതിയിൽ സിൻഡ്രല്ല ഇറക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് ഒക്കെ വരുന്നുമുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും ഒരു മലയാളം വേർഷനോ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു ഫാന്റസി മൂവി ചെയ്യാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അല്ല, റീസൺ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ബഡ്ജറ്റ് ആണ്. അത് കാരണം നമുക്ക് ആൾക്കാർ റെഡിയായി വരും, പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ ആനിമേറ്റഡ് സിനിമ ഹോളിവുഡ് ചെയ്യുമ്പോൾ മിനിമം 100 മില്യൺ എങ്കിലും, ചിലപ്പോൾ 80 വേണേൽ ചെയ്യാൻ പറ്റും. 80 മില്യൺ ഇന്ത്യയിലടക്കം എത്ര ക്രോഡ്സ് ആണെന്ന് ആലോചിച്ചു. അപ്പൊ അതിന്റെ ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ കാണുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാർട്ടൂൺ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റൈലൈസ് ചെയ്തിട്ട് എഫർട്ട് കുറച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ചെയ്താൻ പറ്റും. റിസ്ക് എടുക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ എന്റെ ഇതനുസരിച്ച് ഓഫാബി ഇല്ല പണ്ട്. ഞാനിപ്പോ പറയാൻ വരികയായിരുന്നു, ലൈവ് ആനിമേഷൻ മൂവി എന്ന രീതിയിൽ മലയാളത്തിൽ നമുക്ക് ആകെ കിട്ടിയേക്കുന്നത് ഓഫാബിയാണ്. പക്ഷെ അതിന്റെ ഒരു സങ്കടം എന്നുള്ളത് അതൊരു ഫെയിലിയർ ആയിരുന്നു, അതൊരു ദുരന്ത കഥയായി മാറി. കാര്യം അതിന്റെ സംവിധായകനോട് ഞാൻ ഐ ടുക്ക് ഹിസ് ഫസ്റ്റ് ഇന്റർവ്യൂ ആഫ്റ്റർ ഇയേഴ്സ്. പുള്ളിയുടെ സ്ട്രഗിളും പുള്ളി അനുഭവിച്ച പ്രശ്നങ്ങളും പുള്ളി അതിനുശേഷം അനുഭവിക്കുന്നതും എല്ലാം നേരിട്ട് കേട്ട ഒരാളാണ് ഞാൻ. അപ്പം പിന്നെ അതിനുശേഷം ആരും അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ല ഈ മലയാള സിനിമ എന്നുള്ളതാണ് എനിക്ക് പിന്നെ തോന്നിയത്. ഗ്ലോബലി ഇതാണ് ഒരു പ്രശ്നം. നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് എടുക്കും, ഫെയിൽ ആവും, പിന്നെ ഇത് താല്പര്യമുള്ള ഒരു 100 പേര് പിന്മാറും. ഒരു സിനിമ ഒരാൾ എടുക്കും, ഹിറ്റാവും. അടുത്ത ഇപ്പോൾ ഒരു RRR ഹിറ്റ് ആയപ്പോൾ എല്ലാവരും RRR സിനിമകൾ, RRR ഫ്ലോപ്പ് ആയിരുന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ സിനിമകൾ എടുക്കാൻ പോകത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് മനുഷ്യർ, കാരണം പൈസ വരുന്നോണ്ടാണ് അതിന്റെ ഈ പ്രോബ്ലം വരുന്നത്. ഇത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഞാൻ സിനിമ ഉണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പൈസ മുടക്കുന്നവർ അതൊരു അല്ലെന്നുണ്ടെങ്കിൽ അത്ര പൈസ പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
കേരളത്തിനെ ലോകത്ത് എത്തിക്കണം, അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ റിട്ടേൺസ് പ്രതീക്ഷിച്ചു സിനിമ ഉണ്ടാക്കുന്നവർക്ക് എപ്പോഴും റിസ്ക് എടുക്കാൻ മതി. കാരണം ഇത് തന്നെയാണ് പ്രശ്നം. ഇതോട് ഇപ്പൊ നമ്മൾ നല്ല സിനിമ എന്ന് പറയുന്നു. ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ഓർത്തിരിക്കുന്ന മലയാള സിനിമ ഓഫാജ് മൈലിയെ കുറിച്ച്, അതിന്റെ മലയാളത്തിലെ സിനിമ അങ്ങനെ വന്നിട്ടില്ല. സിനിമയുടെ വേറൊരു പ്രൊഫഷൻ, ചില സിനിമകൾ നല്ല സിനിമകൾ അത് ടൈമിന് അഹെഡ് ആയിട്ട് ഇറങ്ങും, ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കൾച്ചർ മാറാതെ ആൾക്കാർ റിസ്ക് എടുക്കത്തില്ല. ആ ഒരു കൾച്ചർ ചില സ്ഥലങ്ങൾ അങ്ങനെ ഇല്ല. പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ, അവർ അത് വർക്ക് ചെയ്യില്ല, അവരങ്ങനെ ക്രിട്ടിക്കലായിട്ട് അവർ തന്നെ ചെയ്യത്തുള്ളൂ. ഞാനതാ പറഞ്ഞു, എന്തെങ്കിലും ഹരിക്ക് അങ്ങനെയുള്ള ഒരു സ്പേസോ ടൈമോ മണിയോ എന്തെങ്കിലും സോഴ്സസോ ഒക്കെ വരുമ്പോൾ പ്ലീസ് ഗിവ് എ ട്രൈ ഇൻ മലയാളം ഇൻഡസ്ട്രി. ബിക്കോസ് ഇല്ല, എന്റെ പ്ലാൻ അത് തന്നെയാണ്. ഞാൻ പണ്ട് ഇതാണ് എന്റെ ഫാദറിനെ ജുറാസിക് പാർക്ക് കാണിക്കുന്നുണ്ട് സമയത്ത് പുള്ളി സിനിമ കഴിഞ്ഞു. എന്റെ പുള്ളി എനിക്ക് 100 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊന്ന് ചെറുതായിരുന്നു. അപ്പൊ ഞാൻ എന്തൊരു നമ്മൾ 50 കൊല്ലം ഇവരെ പുറകെയാണ്. അപ്പൊ ആരുടെ ഒന്നും എനിക്ക് അറിയാം. നമ്മൾ 50 സംഭവം അപ്പോഴാണ് എനിക്ക് ആലോചിച്ചത് 50 കൊല്ലം ആരുടെ പുറകെ. അപ്പൊ അന്ന് എനിക്ക് കിട്ടിയതാണ് ഓക്കെ ഈ ഡിസ്റ്റൻസ് എങ്ങനെയെങ്കിലും കുറയ്ക്കണം. അപ്പൊ ഞാൻ ഈ ആനിമേറ്റർ ആയെന്ന് പറഞ്ഞപ്പോൾ അറ്റ് എൻഡ് ഓഫ് ദി ഡേ എന്റെ ഗോള് നമ്മുടെ മലയാള സിനിമ, ഇന്ത്യൻ സിനിമ ആ 50 കൊല്ലമുള്ള ഡിസ്റ്റൻസ് കുറച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രി, ഐ മീൻ ഓൾ ഓവർ ദ വേൾഡ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിനിമ ഉണ്ടാക്കണമെന്നാണ് എന്റെ പ്ലാൻ തന്നെ. അപ്പം ഇവഞ്ച്വലി ഈ യൂസ് ചെയ്ത നോളജ് നമുക്ക് അവിടെ വന്ന് യൂസ് ചെയ്ത് അവർക്ക് ആൾക്കാരെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അടിപൊളി, അത് അങ്ങനെ ആകട്ടെ. ആൻഡ് വി ഓൾ ആർ വെയിറ്റിംഗ്. അങ്ങനെ ഒരു ടൈമിലേക്ക് എത്താൻ ഞങ്ങളും എല്ലാം കാത്തിരിക്കുകയാണ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷം, ഒരു മലയാളി ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സിനിമകളുടെ ഭാഗമായ ഒരാൾ, ഇത്രയും അച്ചീവർ, സ്പെഷ്യലി സ്റ്റീവൻ സ്പിൽബർഗ് പോലെയുള്ള ആളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ഒരു മലയാളി ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുക എന്നുള്ളത് സോ ഇൻസ്പയറിംഗ്. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് ആക്ച്വലി. താങ്ക് യു. മൈ പ്ലഷർ. താങ്ക്സ് ലോട്ട് ഫോർ കോൺടാക്ടിങ് മീ. താങ്ക് യു.